ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിടാനുള്ള കാരണം ഇത് ഇൻകം ടാക്സ് അല്ലേ എന്ന് തോന്നിപ്പോകും ചിലപ്പോഴേ. വേറൊന്നുമല്ല, നമ്മൾ എന്നും ക്ലാസ്സിൻ്റെ അകത്തു നിന്നിട്ട് കുറേ വീഡിയോസ് ഇങ്ങനെ ചെയ്ത് വിടാറാണ് പതിവ്. അപ്പോൾ അതിനൊരു വ്യത്യസ്തത ആയിക്കോട്ടെ, അതിന് പറ്റിയൊരു ടോപ്പിക്കും കിട്ടിയപ്പോൾ അതിലൊരു ഇൻട്രോ നമുക്ക് എന്താണ് ഒരു ഓപ്പൺ എയർന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ മേലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കാറ്റുണ്ട് ഇവിടെ, അതാ പിന്നെ ഇവിടെ കയറി ഇരുന്നത്. വൈകുന്നേരം ആയിട്ടുണ്ട്, സമയം ഇപ്പോൾ ഏകദേശം ഒരു 6-6:15 ആയിട്ടുണ്ട്. സോ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാലറി എന്ന് പറയുന്ന ഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു ഇനമായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം ഗ്രാറ്റുവിറ്റി, പെൻഷൻ, അതുപോലെ തന്നെ ഏൺഡ് ലീവ് സാലറി, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ, വോളണ്ടറി റിട്ടയർമെൻറ്റ്, ഇങ്ങനത്തെ അല്ലേ പെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കാരണം. അപ്പോൾ അതിൽ നമ്മൾ ഇനി അവസാനമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താണ് പ്രൊവിഡൻറ്റ്, വാട്ട് ഈസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് വാട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ദെൻ വാട്ട് ആർ ദി ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ എംപ്ലോയീസിൻ്റെ സേവിങ് ഹാബിറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സംവിധാനമാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ടു എൻകറേജ് ദി സേവിങ് ഹാബിറ്റ്സ് എമംഗ് എംപ്ലോയീസ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫണ്ടിലേക്ക് എംപ്ലോയിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയി തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ രണ്ട് കോൺട്രിബ്യൂഷനും കൂടി ഈ ഫണ്ടിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ അവസാനം ഈ ഒരു ഫണ്ട് ഈ എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കാറാണ് പതിവ്. ഓക്കെ, ഇനി റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എംപ്ലോയിക്ക് എന്തെങ്കിലും ഒരു അർജൻറ്റ് നീഡ് ഉണ്ടെങ്കിൽ ആ സമയത്തും എന്ത് ചെയ്യാം, നമുക്കെന്താണ് അത് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 4 തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടാണ് പറയപ്പെടുന്നത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ്, പിന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ. വാട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ PPT സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എന്ത് പറയാം, പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ടൈപ്സും അത് ഏത് ഇയറിൽ സെറ്റ് ചെയ്തു ഈ കാര്യങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ PPTയിലേക്ക് പോകാം. ഓക്കെ, ദെൻ പ്രൊവിഡൻറ്റ് ഫണ്ട്. വാട്ട് ഈസ് പ്രൊവിഡൻറ്റ് ഫണ്ട്? വി ഓൾറെഡി സേ ഇൻ ഓർഡർ ടു എൻകറേജ് സേവിങ് ഹാബിറ്റ്സ് എമംഗ് എംപ്ലോയീസ് ദി ഗവൺമെൻറ് ഹാസ് സെറ്റ് അപ്പ് വേരിയസ് കൈൻഡ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്. വി നോ ദാറ്റ്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട്, 4 തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ബോത്ത് ദി എംപ്ലോയി ആൻഡ് എംപ്ലോയർ ദേ കോൺട്രിബ്യൂട്ട് ടു ദിസ് ഫണ്ട്. രണ്ടുപേരും ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എന്താണ് അവസാനം ആ ഒരു അക്യുമുലേറ്റഡ് ബാലൻസ്, ദാറ്റ് അക്യുമുലേറ്റഡ് ബാലൻസ് ഈസ് പേയബിൾ അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എംപ്ലോയി, അല്ലെങ്കിൽ ഓർ വെൻ സം അർജൻറ്റ് നീഡ്സ് അറൈസ്. എപ്പോഴാണോ എംപ്ലോയിക്ക് ഒരു അർജൻറ്റ് നീഡ് ഉണ്ടാവുന്നത് ആ സമയത്ത് കൊടുക്കും. നമ്മൾ പറഞ്ഞു ഇൻ ഇന്ത്യ ദർ ആർ 4 ടൈപ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയാണ്? SPF സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അതുപോലെ തന്നെ എന്താണ് URPF അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പിന്നെ PPF പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് 4 തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ SPF എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അത് ഇന്ത്യൻ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1925 പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, 1925 എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അത് ഗവൺമെൻറ്, അതുപോലെ തന്നെ ഗവൺമെൻറ് സെമി ഗവൺമെൻറ് ഓഫീസസ്, ഇവരൊക്കെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന സംഭവം. അത് പ്രധാനമായിട്ടും ടാക്സിൽ നിന്ന് ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ട് പറയപ്പെടുന്ന ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് RPF പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1952 അത് പ്രകാരമുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും പബ്ലിക് ഓർഗനൈസേഷനാണ് ഇത്തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഓവർ 12% സാലറി
ഒന്നാമത്തത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓവർ 9.5% ഈസ് ടാക്സബിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചാർട്ടിലേക്ക് വരുമ്പോൾ അവിടെ പറയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയറും എംപ്ലോയിയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. എല്ലാ ഫണ്ടിലേക്കും എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ടാക്സബിളായിട്ട് കാണിക്കണം എന്നതാണ് റൂള്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കൊക്കെ എംപ്ലോയിയും എംപ്ലോയറൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിൻ്റെ പുറത്ത് ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവും. ഒരു ഫണ്ടിൽ കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, അത് ഇൻട്രസ്റ്റ് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് ആവുന്ന ഇൻട്രസ്റ്റ് അത് 9.5% മേലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, എത്രയാണോ ഒരു 10% ഇൻട്രസ്റ്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ 12% ഇൻട്രസ്റ്റ് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ 9.5% കൂടുതലായിട്ട് വന്നിട്ടുള്ള ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് എമൗണ്ടിന് ടാക്സ് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ 10% ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, 0.5 എക്സ്ട്രയാണ്. ആ 0.5 എക്സ്ട്രയ്ക്ക് നമ്മൾ എന്താണ്, ടാക്സ് ഈടാക്കും. അപ്പോൾ ഇതാണ് എന്ത്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ്. അത് ടാക്സിൻ്റെ ഒരു നമ്മളെന്താണ് ഒരു ചാർട്ട് വരച്ച് തരാം ഇതിൻ്റെ, അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ എന്താണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് വിച്ച് ഈസ് നൈദർ സ്റ്റാറ്റ്യൂട്ടറി നോർ റെക്കഗ്നൈസ്ഡ്. ശ്രദ്ധിക്കുക, നൈദർ സ്റ്റാറ്റ്യൂട്ടറി നോർ റെക്കഗ്നൈസ്ഡ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടല്ല, റെക്കഗ്നൈസ് ചെയ്ത പ്രൊവിഡൻറ്റ് ഫണ്ടും. ഇതിൽ 2 ഗണത്തിലും പെടാത്തത് ഏതാണോ അതാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ആരാണ്, പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണറാണ്, അല്ലാതെ ഇൻകം ടാക്സ് കമ്മീഷണർ അല്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ നെക്സ്റ്റ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന പേരിൽ തന്നെ ഉണ്ട്, അത് പ്രധാനമായിട്ടും പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ്. ദി പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം വാസ് സ്റ്റാർട്ടഡ് ഫ്രം, ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1 ജൂലൈ 1968. ഈ ഇയർ ഒന്ന് ജസ്റ്റ് ഓർമ്മയിൽ സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഏതൊരു ഇൻഡിവിജ്വലിനും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എവറി ഇൻഡിവിജ്വൽ ക്യാൻ സബ്സ്ക്രൈബ് ടു ദിസ് ഫണ്ട് എനി എമൗണ്ട് ബീയിങ് നോട്ട് ലെസ് ദാൻ 500, 500 താഴെ വരരുത് എന്നർത്ഥം, നോട്ട് ലെസ് ദാൻ 400, ആൻഡ് നോട്ട് മോർ ദാൻ 1,50,000. ഇത് ഒരുമിച്ച് വായിക്കാം കേട്ടോ, 1,50,000 ഒരു വർഷത്തിൽ, അതിൽ കൂടാനും പാടില്ല അതിൻ്റെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇതാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന സ്കീം. അപ്പോൾ ഇത്തരത്തിലുള്ള 4 പ്രൊവിഡൻറ്റ് ഫണ്ടുകളാണ് സാധാരണഗതിയിൽ എന്താണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന സംവിധാനങ്ങൾ. ഇതൊരു ചാർട്ടാണ്. നമുക്ക് ഈ ചാർട്ട് പ്രകാരമുള്ള ടാക്സ് ട്രീറ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് മുകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അതുപോലെ തന്നെ എന്താണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഓക്കെ, ഇതിൽ എംപ്ലോയിയും അതുപോലെ തന്നെ എന്താണ് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാ എംപ്ലോയി കോൺട്രിബ്യൂഷൻ. ഇത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കാണെങ്കിൽ എക്സംപ്റ്റ് ആണ്. ഈ ഇൻഡു മാർക്കൊക്കെ ഇട്ടുണ്ടല്ലോ, അതൊക്കെ എക്സംപ്റ്റ് എന്നതിന് നമ്മൾ ചുരുക്കമായിട്ട് കാണിച്ചതാട്ടോ. നിങ്ങൾ എക്സംപ്റ്റ് എന്നാണ് അത് വായിക്കേണ്ടത്. അപ്പോൾ എംപ്ലോയി സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് എക്സംപ്റ്റ് ആണ്. ഇവിടേക്കും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എക്സംപ്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് URPF, അതുപോലെ തന്നെയാണ് PPF പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇതിലേക്കൊക്കെ എന്താണ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് ഇതൊന്നും എന്താണ് ടാക്സിലൊക്കെ എക്സംപ്റ്റ് ആണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് 1,50,000 വരെ ATC എന്ന് പറയുന്ന ഇൻകം ടാക്സിൽ നമുക്ക് ഡിഡക്ഷൻ എന്ന് പറയുന്ന വരുന്ന ഭാഗങ്ങൾ പഠിക്കാണ്ട് ATC to ATU ഡിഡക്ഷൻസ്. അവിടെ ATC പ്രകാരം 1,50,000 വരെ ഇന്നത്തെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എംപ്ലോയിക്ക് ഡിഡക്ഷനുള്ള അർഹത കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഈ ചാർട്ട് വൃത്തിയായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയിടുക. പിന്നീട് ഇതിൻ്റെ ഒരു ആവശ്യകത നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇതിൽ ATC കിട്ടും, 1,50,000 പരമാവധി. ഇതിൽ ATC പ്രകാരം ഡിഡക്ഷൻ കിട്ടും, ഇവിടെയും കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കുക. ദെൻ
ഇതിലേക്ക് ക്രെഡിറ്റ് ആവുന്ന ഇൻട്രസ്റ്റ്, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഇതിന് ടാക്സ് ഇല്ല, ഇവിടെയും ടാക്സ് ഇല്ല. ഇവിടെ നോക്കുക, ഇവിടെ ടാക്സ് ഇല്ല, എക്സെംപ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബട്ട് ടാക്സബിൾ വെൻ ഇറ്റ് റിസീവ്ഡ് ആസ് ലംസം. ഇതൊരു ഒറ്റ തുകയായിട്ട് സ്വീകരിക്കുന്ന സമയത്ത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ടാക്സബിൾ ഇല്ല, അതിന് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുന്നതും ടാക്സബിൾ ഇല്ല. പക്ഷേ ആ തുക പിന്നീട് സ്വീകരിക്കുന്ന സമയത്ത്, ലംസം എമൗണ്ട് ആയിട്ട് സ്വീകരിക്കുന്ന സമയത്ത് എന്താണ്, അത് ടാക്സബിൾ ആണ്. അത് അതർ സോഴ്സ് എന്ന ഹെഡിലാണ് സാധാരണ നമ്മൾ കാണിക്കുക. അപ്പോൾ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ്റെ പുറത്ത് ക്രെഡിറ്റ് ആവുന്ന ഇൻട്രസ്റ്റ് അതർ സോഴ്സിൽ ടാക്സബിൾ ആവും. എപ്പോൾ? അതൊരു ലംസം എമൗണ്ട് ആയിട്ട് നമ്മൾ എംപ്ലോയി റിസീവ് ചെയ്യുന്ന സമയത്ത്. PPF എന്താണ്? എക്സെംപ്റ്റ് ആണ്. ഓക്കെ. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനാണ്. എംപ്ലോയർ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ എന്താണ്? എക്സെംപ്റ്റ് ആണ്. അത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കാണെങ്കിൽ 12% എക്സെംപ്റ്റ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റ്. 12% എക്സെംപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12% വരെ എക്സെംപ്റ്റഡ് ആണ്. അപ്പോൾ 12%-ത്തേക്കാൾ കൂടുതലായിട്ടുണ്ടെങ്കിലോ ആ കൂടുതൽ വരുന്ന പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള തുക അതെത്രയാണ്? എക്സെംപ്റ്റ് ആയിരിക്കും. ഇപ്പോൾ 14% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2% ഏറിന്. അപ്പോൾ 2% എന്താണ്? അത് ടാക്സബിൾ ആയിട്ട് വരും. അപ്പോൾ 12% വരെ മാത്രമാണ് എന്തുള്ളത്? എക്സെംപ്റ്റ് ഉള്ളൂ. ഓക്കെ. ദെൻ മറ്റൊന്ന് URPF, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കാണെങ്കിൽ ഈ റൂൾ ഇതേപോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ പ്രത്യേകത, ഇത് ഏത് ഹെഡിലാണ്? സാലറി എന്ന് പറയുന്ന ഹെഡിലാണ് കാണിക്കേണ്ടത് എന്നർത്ഥം. പിന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിലാണെങ്കിൽ അവിടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എംപ്ലോയർക്ക് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നോ കോൺട്രിബ്യൂഷൻ. ഓക്കെ. ഇനി ഫൈനലി ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ എക്സെംപ്റ്റ് ആണ്. ഒന്നാമത്തേൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന ഇൻട്രസ്റ്റ് എക്സെംപ്റ്റഡ് ആണ്. ഇവിടെ 9.5% വരെ, അപ് ടു 9.5% അതുവരെ എക്സെംപ്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ മേലേക്ക് വന്നാലോ? ആ മേലെ വന്നത് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ. ദെൻ ഇവിടെയും ഇതേ റൂൾ തന്നെയാണ്. സാലറി എന്ന് പറയുന്ന ഹെഡിൽ തന്നെയാണ് അതെന്ത് ചെയ്യേണ്ടത്? ടാക്സബിൾ എമൗണ്ട് ആയിട്ട് കാണിക്കേണ്ടത്. ഇവിടെ പിന്നെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് കോൺട്രിബ്യൂഷൻ ഇല്ലാന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്തുണ്ടാവില്ല? ഇവിടെ അതിൻ്റെ ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഒരു മൊത്തത്തിൽ നമുക്കെന്താണ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഒരു ഒറ്റ ചാർട്ടിൽ എങ്ങനെ വരയ്ക്കാം എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? അത് നോട്ടിലേക്ക് പകർത്തിയിട്ട് അത് എഴുതി വയ്ക്കുക. പിന്നീട് കണക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഒന്നും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ?